എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LDC, LPUP, LGS എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്ര ഭാഗത്തു നിന്നുള്ള പ്രകാശ പ്രതിഭാസങ്ങളെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? പ്രതിപതനം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. കണ്ണാടി, സ്റ്റീൽ പാത്രം പോലെയുള്ള മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപതിക്കുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപതിക്കുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? വിസരിത പ്രതിപതനം. എന്താണ്? വിസരിത പ്രതിപതനം. അപ്പോൾ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ എന്തെന്ന് പറയുന്നത്? പ്രതിപതനം എന്ന് പറയുന്നു. ഇനി ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയാണ് പ്രകാശം തിരിച്ചു വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം ക്രമമായി പ്രതിപതിക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നത്? ക്രമപ്രതിപതനം എന്നും. ഇനി മിനുസമല്ലാത്ത അല്ലെങ്കിൽ പരുക്കൻ പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ അതിനെ ക്രമരഹിതമായാണ് പ്രതിപതിക്കുന്നത്. ഇതിനെ എന്താണ് പറയുന്നത്? വിസരിത പ്രതിപതനം എന്നും പറയുന്നു. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? പതന കിരണം. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതന കിരണം എന്ന് പറയുന്നു. ഒരു പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിപതന കിരണം എന്നും അറിയപ്പെടുന്നു. രണ്ട് ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ് ഇവിടെ. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പതന കിരണം എന്നും ഒരു പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപതന കിരണം എന്നും പറയുന്നു. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണവും മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചികയുമെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? പ്രകാശത്തിന്റെ അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നതെല്ലാം ഏതാണ്? അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്. അതായത് ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്ന സ്പൂണ് വളഞ്ഞതായി തോന്നുന്നതും ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്ന നാണയം ഉയർന്നു നിന്നതായി തോന്നുന്നതും, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായി തോന്നുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏതിൻ്റെതാണ്? പ്രകാശത്തിന്റെ അപവർത്തനം മൂലമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ ഡാഷ് ആണ്. എന്താണ്? താപനിലയാണ്. നക്ഷത്രങ്ങളുടെ താപനില അനുസരിച്ചാണ് അതിൻ്റെ നിറത്തിലുണ്ടാകുന്ന വ്യത്യാസം വരുന്നത്. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. എന്താണ്? സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. കോമ്പാക്ട് ഡിസ്കിലെ, അതായത് CD-യിലെ വർണ്ണരാജി, നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണുന്നത്, സൂര്യന് ചുറ്റുമുള്ള വലയം, ഇതെല്ലാം ഏത് പ്രതിഭാസം മൂലമാണ്? ഡിഫ്രാക്ഷൻ മൂലമാണ്. അപ്പോൾ നമ്മൾ ഡിഫ്രാക്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്? സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോമ്പാക്ട് ഡിസ്കിലെ വർണ്ണരാജി, കോമ്പാക്ട് ഡിസ്കിലെ വർണ്ണരാജി, അല്ലെങ്കിൽ CD-യിലെ വർണ്ണരാജി, നിഴലുകളുടെ അരിക് ക്രമരഹിതമായി തോന്നുന്നത്, സൂര്യന് ചുറ്റുമുള്ള വലയം, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഡിഫ്രാക്ഷന് എക്സാമ്പിൾ ആണ്.
ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഇതാണ് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഇന്റർഫെറൻസ് മൂലമാണ്. സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നത് ഇന്റർഫെറൻസ് മൂലമാണ്. വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇന്റർഫെറൻസ് ആണ്. അപ്പോൾ സോപ്പ് കുമിളയിലെ വർണ്ണരാജിയാണെങ്കിൽ വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ കാണുന്ന വർണ്ണങ്ങളാണെങ്കിലും ഇതിനെല്ലാം കാരണം എന്തു തന്നെയാണ്? ഇന്റർഫെറൻസ് ആണ്. അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. എന്താണ്? അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണം വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണം വിസരണമാണ്. കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചതാരാണ്? CV രാമൻ. കടലിന്റെ നീല നിറത്തിനു കാരണം വിശദീകരിച്ചത് CV രാമനാണ്. അപ്പോൾ കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചത് ആരാണ്? CV രാമനാണ്. എങ്കിൽ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചത് ആരാണ്? ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലിയാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചത്. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന നിറം വയലറ്റ്. ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്ന നിറം ചുവപ്പ്. എന്താണ്? ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന നിറമാണ് വയലറ്റ്. ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്ന നിറമാണ് ചുവപ്പ്. സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. മഴവില്ല് ഉണ്ടാകുന്നത് ഡാഷ് മൂലമാണ്. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം അല്ലെങ്കിൽ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ. അപ്പോൾ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസങ്ങളാണ് പ്രതിപതനം, അപവർത്തനം, പ്രകീർണനം. പ്രതിപതനം, അപവർത്തനം, പ്രകീർണനം. മഴവില്ല് എപ്പോഴും സൂര്യന്റെ ഡാഷ് ദിശയിലാണ് കാണപ്പെടുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മഴവില്ല് എപ്പോഴും സൂര്യന്റെ ഡാഷ് ദിശയിലാണ് കാണപ്പെടുന്നത്, അതായത് എതിർ ദിശയിൽ. പ്രഭാതത്തിൽ പടിഞ്ഞാറ് ദിശയിലും ഉച്ചയ്ക്ക് ശേഷം കിഴക്കുഭാഗത്തുമാണ് മഴവില്ല് കാണപ്പെടുന്നത്. അപ്പോൾ മഴവില്ല് എപ്പോഴും സൂര്യന്റെ എതിർ ദിശയിലാണ് കാണപ്പെടുന്നത്. രാവിലെ സൂര്യൻ എവിടെയായിരിക്കും? കിഴക്കുഭാഗത്തായിരിക്കും. അപ്പോൾ മഴവില്ല് എവിടെയായിരിക്കും കാണുന്നത്? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? പടിഞ്ഞാറ് ദിശയിലായിരിക്കും. അപ്പോൾ മഴവില്ല് എവിടെയായിരിക്കും കാണുന്നത്? അപ്പോൾ കിഴക്കുഭാഗത്തായിരിക്കും മഴവില്ല് കാണുന്നത്. മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണുന്ന വർണ്ണം ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും താഴെ കാണുന്ന വർണ്ണം വയലറ്റ്. മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണുന്ന വർണ്ണമാണ് ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും താഴെ കാണുന്ന വർണ്ണമാണ് വയലറ്റ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ചുവപ്പ് നിറത്തിന്റെ പ്രത്യേകത എന്താണ്? ചുവപ്പ് നിറത്തിന് തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറവുമാണ്. എങ്കിൽ വയലറ്റിനോ? വയലറ്റിന് തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമാണ്. മഴവില്ലിൽ നടുക്കു കാണുന്ന വർണ്ണമാണ് പച്ച. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണ് 42.8 ഡിഗ്രി. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണ് 40.8 ഡിഗ്രി. എന്തൊക്കെയാണ് പറഞ്ഞത്? മഴവില്ലിൽ നടുക്കു കാണുന്ന വർണ്ണമാണ് പച്ച. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണാണ് 42.8 ഡിഗ്രി. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണാണ് 40.8 ഡിഗ്രി. മഴവില്ലിന്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്തമാണ്. മഴവില്ലിന്റെ ആകൃതി
അർത്ഥവൃത്തമാണ്. നമ്മൾ റെയിൻബോ എന്നാ പറയാറുള്ളത് അല്ലേ. അർത്ഥവൃത്തമാണ് മഴവില്ലിൻ്റെ ആകൃതി. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. പ്രകാശരശ്മികൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എന്താണ്? പ്രകാശരശ്മികൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീന് 1921 ഭൗതികശാസ്ത്ര നോബലിന് അർഹനായി. ഈ കാരണം കൊണ്ട് 1921 ഭൗതികശാസ്ത്ര നോബലിന് ആൽബർട്ട് ഐൻസ്റ്റീൻ അർഹനായി. സോളാർ സെല്ലിന്റെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. സോളാർ സെല്ലിന്റെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രകാശത്തിന്റെ ഏതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രകാശത്തിന്റെ ഏതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? ഏതു സ്വഭാവത്തെയാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ്? വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിൽ ഏതു തത്വമാണ് പ്രയോജനപ്പെടുത്തുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പോൾ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ആന്തരഭാഗങ്ങളിലെ ചിത്രമെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ ഏതു തത്വമാണ് പ്രയോജനപ്പെടുത്തുന്നത്? അതും പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. തരംഗ സ്രോതസ്സും നിരീക്ഷകനും തമ്മിൽ ആപേക്ഷിക ചലനമുള്ളപ്പോൾ നിരീക്ഷിത തരംഗത്തിന്റെ ആവൃത്തിയിൽ അനുഭവപ്പെടുന്ന മാറ്റമാണ് ഡോപ്ലർ പ്രഭാവം. അപ്പോൾ എന്താണ് ഡോപ്ലർ പ്രഭാവം? തരംഗ സ്രോതസ്സും നിരീക്ഷകനും തമ്മിൽ ആപേക്ഷിക ചലനമുള്ളപ്പോൾ നിരീക്ഷിത തരംഗത്തിന്റെ ആവൃത്തിയിൽ അനുഭവപ്പെടുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത്? ഡോപ്ലർ പ്രഭാവം. പ്രകാശത്തിന്റെ റെഡ് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് എന്നീ പ്രതിഭാസങ്ങൾക്ക് കാരണം ഡോപ്ലർ പ്രഭാവമാണ്. പ്രകാശത്തിന്റെ റെഡ് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് എന്നീ പ്രതിഭാസങ്ങൾക്ക് കാരണം ഡോപ്ലർ പ്രഭാവമാണ്. പ്രകാശ സ്രോതസ്സും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ദൂരം കൂടുമ്പോൾ സംഭവിക്കുന്നത് റെഡ് ഷിഫ്റ്റ്. ഇതാണ് പ്രകാശ സ്രോതസ്സും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ദൂരം കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് റെഡ് ഷിഫ്റ്റ്. പ്രകാശ സ്രോതസ്സും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ദൂരം കുറയുമ്പോൾ ബ്ലൂ ഷിഫ്റ്റ്. പ്രകാശ സ്രോതസ്സും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ദൂരം കുറയുമ്പോൾ സംഭവിക്കുന്നതാണ് ബ്ലൂ ഷിഫ്റ്റ്. ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ്. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്.
എന്താണ്? ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ്. അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിന്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം. എന്താണ്? അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിന്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം അല്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്ന രശ്മിയാണ് ഇൻഫ്രാറെഡ് രശ്മി. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്ന രശ്മിയാണ് ഇൻഫ്രാറെഡ് രശ്മി. മനുഷ്യ ശരീരത്തിൽ സൺബേണിന് കാരണമാകുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. സൺബേണിന് കാരണമാകുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത്. ഒരു വാഹനത്തിന്റെ റിയർ വ്യൂ ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ലെൻസ് അല്ല, ദർപ്പണമാണ് വരുന്നത്. ഒരു വാഹനത്തിന്റെ റിയർ വ്യൂ ദർപ്പണം എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. ഉള്ള ക്വസ്റ്റ്യൻസ് പ്രസ്താവന രീതിയിൽ ഇടുമ്പോൾ ദർപ്പണത്തിന് പകരം ലെൻസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഒരു വാഹനത്തിന്റെ റിയർ വ്യൂ ദർപ്പണമായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കടലിന്റെ നീലനിറം. കടലിന്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് CV രാമൻ. കടലിന്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് CV രാമൻ. അപ്പോൾ ആകാശത്തിന്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആകാശത്തിന്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ? അത് ലോർഡ് റെയ്ലി ആണ്. ലോർഡ് റെയ്ലി ആണ് ആകാശത്തിന്റെ നീലനിറം വിശദീകരിച്ചത്. സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുള്ള റിമോട്ട് സെൻസറിങ്ങിന് ഉപയോഗിക്കുന്നത് പ്രകാശത്തിലെ ഏത് വികിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ്. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുള്ള റിമോട്ട് സെൻസറിങ്ങിന് ഉപയോഗിക്കുന്നത് പ്രകാശത്തിലെ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. വലിയ സെർച്ച് ലൈറ്റുകളിലും വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന പ്രകാശത്തെ ഉയർന്ന തീക്ഷ്ണതയോടെ വിദൂരത്തേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന റിഫ്ലാക്ടറിന്റെ പേരാണ് പാരാബോളിക് റിഫ്ലാക്ടർ. എന്താണ്? വലിയ സെർച്ച് ലൈറ്റുകളിലും വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന പ്രകാശത്തെ ഉയർന്ന തീക്ഷ്ണതയോടെ വിദൂരത്തേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന റിഫ്ലാക്ടർ ആണ് പാരാബോളിക് റിഫ്ലാക്ടർ. താങ്ക് യു.